ഗയാന എന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തിന്റെ മുസ്ലിമായ പ്രസിഡന്റ് ഇർഫാൻ അലി സനാതന ധർമ്മത്തോടുള്ള സ്നേഹവും അമ്പലങ്ങളോട് കാണിക്കുന്ന ഇഷ്ടവും സഹകരണവും ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ കർമ്മ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. ഒരു മുസ്ലിമായ രാജ്യത്തലവൻ തന്റെ മതവിശ്വാസങ്ങൾക്കും അപ്പുറത്ത് സനാതന ധർമ്മത്തിന് വഴിയൊരുക്കുകയാണ്. നമ്മുടെ പ്രധാന സേവകനായ മോദിജി ഗയാന എന്നു പേരുള്ള സൗത്ത് അമേരിക്കൻ രാജ്യം സന്ദർശിച്ചത്, അവിടുത്തെ പ്രസിഡന്റ് വളരെ സ്നേഹത്തോടെ മോദിജിയെ വരവേറ്റത് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. PM നരേന്ദ്രമോദിയെ വളരെ വിശിഷ്ടമായ വ്യക്തിത്വമായി പ്രസിഡന്റ് ഡോക്ടർ ഇർഫാൻ അലി വിശേഷിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഗയാന പ്രസിഡന്റും എടുത്തു പറയേണ്ട ആൾ തന്നെയാണ്. മുസ്ലിമായ അദ്ദേഹം എളിമയോടെ ഭഗവാൻ ശ്രീകൃഷ്ണ ടെമ്പിൾസ് സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് ഗയാന രാജ്യത്തിലുള്ള ക്ഷേത്രത്തിൽ അദ്ദേഹം അവിടുത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭഗവാന് നിവേദിക്കാൻ പഴങ്ങളൊക്കെ പ്രസിഡന്റ് ഗിഫ്റ്റായി നൽകിയിരുന്നു. ഓർക്കണം, ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിവേദിക്കാൻ മുസ്ലിമായ ഒരു പ്രസിഡന്റ് ഗിഫ്റ്റ് നൽകുക എന്നതിനെക്കുറിച്ച്. അതുകൂടാതെ ഈ രാജ്യത്തിൽ തന്നെയുള്ള വേറൊരു ക്ഷേത്രത്തിൽ വളരെ എളിമയോടെ ഭക്തിയോടെ മറ്റു ഭക്തന്മാരുടെ കൂടെ നിലത്തിരിക്കുന്ന ഈ പ്രസിഡന്റിനെയും നമുക്ക് കാണാം. അദ്ദേഹം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെയധികം ഭക്തിയോടെയും എളിമയോടെയും സ്നേഹത്തോടെയും കൂടിയാണ് പെരുമാറുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലെത്തിയ പ്രസിഡന്റിനെ ഭക്തന്മാർ പൂമാലയിട്ട് സ്വീകരിച്ചു. മഹാനായ പ്രസിഡന്റ് ആകട്ടെ സന്തോഷത്തോടെ അവിടെയുള്ള കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തി ഭക്തന്മാരുടെ ഒക്കെ കൂടെ അവരുടെ ഇഷ്ടത്തിന് അടുത്ത് നിന്ന് സെൽഫി എടുത്തു. അങ്ങനെ ഭക്തന്മാരുടെ അടുത്ത് ഇടപഴകുന്ന ഫോട്ടോകൾ ഞങ്ങളിവിടെ പ്രേക്ഷകർക്ക് കാണാനായി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു കൊച്ചുകുട്ടിയുമായി ഫിസ്റ്റ് പമ്പ് ചെയ്യുന്ന പ്രസിഡന്റിന്റെ ചിത്രവും നമുക്ക് കാണാം. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് കീഴിലുള്ള ക്ഷേത്രം സന്ദർശിച്ച് അവിടെ ഹരേകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ച മഹാനായ ബംഗാളി സന്യാസിയെ പറ്റി വളരെ പുകഴ്ത്തിയാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇർഫാൻ അലി സംസാരിച്ചത്. അവിടെ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ നവരാത്രിയുടെ സമയത്ത് ഇലയിൽ ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എളിമയുള്ള പ്രസിഡന്റിനെ നമുക്ക് ചിത്രങ്ങളിൽ കാണാം. ഇത് കണ്ടു പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളെയും ഹിന്ദു സമൂഹത്തെയും ഒക്കെ ഉപദ്രവിക്കുന്ന മുസ്ലിങ്ങൾ, ബംഗ്ലാദേശികൾ, അവർ ഇത് കാണേണ്ടതാണ്. എങ്ങനെയാണ് ഒരു പ്രസിഡന്റ് പെരുമാറേണ്ടത് എന്ന്. ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾക്ക് അന്നം കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ ജിഹാദികൾ തല്ലി തകർക്കുമ്പോൾ, മുസ്ലിങ്ങൾക്ക് ഇഫ്താർ നൽകുന്ന ഹരേകൃഷ്ണ ക്ഷേത്രങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിക്കുമ്പോൾ, ഗയാന എന്ന രാജ്യത്തിലെ മുസ്ലിമായ പ്രസിഡന്റ് സന്തോഷത്തോടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു, ഭഗവാന് വേണ്ടി പഴങ്ങൾ നിവേദിക്കുന്നു, ഒരു സാധാരണ ഭക്തനെ പോലെ നിലത്തിരിക്കുന്നു. ഇത് ബംഗ്ലാദേശിലെ പ്രസിഡന്റായ യൂനുസ് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതാണ് സംസ്കാരം, ഇതാണ് മഹത്വം, ഇതാണ് മനുഷ്യത്വം. ഒരു രാജ്യത്തെ വളരെ നല്ലവനായ മുസ്ലിമായ പ്രസിഡന്റ് ഹിന്ദുക്കളോട് കാണിക്കുന്ന സ്നേഹവും അമ്പലങ്ങളോട് കാണിക്കുന്ന ഭക്തിയും അദ്ദേഹത്തിന്റെ എളിമയും ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ മാത്രമല്ല, വേറെ പല പ്രസ്ഥാനങ്ങളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും ഇദ്ദേഹം ക്ഷേത്രത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ വളരെ സാധാരണക്കാരനായ ഒരു ഭക്തനായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. കുട്ടികളെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുക, കുട്ടികളുമായി സന്തോഷത്തോടെ സംസാരിക്കുക, വളരെ എളിമയോടെ ഭക്തന്മാരുമായി വിശേഷങ്ങൾ ചോദിക്കുക. പ്രസിഡന്റ് എന്നുള്ള യാതൊരു ഭാവവും ഇല്ലാതെയാണ് അദ്ദേഹം എന്നും പെരുമാറുന്നത്. മറ്റു മതത്തിലുള്ള ആളുകളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകൾ ഇത് കണ്ടു മനസ്സിലാക്കണം. അന്തസ് എന്താണ്, ആഭിജാത്യം എന്താണ്, സംസ്കാരം എന്താണ്, മനുഷ്യത്വം എന്താണ്, നന്മ എന്താണ് എന്നുള്ളത്. അമ്പലങ്ങൾ കൈയടക്കാനും അത് നശിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ കണ്ടു മനസ്സിലാക്കട്ടെ നല്ലവനായ ഒരു മുസ്ലിം എങ്ങനെയാണ് മറ്റ് ജാതിയിലുള്ളവരോട് പെരുമാറുന്നത് എന്ന്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.